ഹലോ, അന്നേരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നിങ്ങളിന്ന് തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഈ ചന്ദനത്തിൽ വെച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതായത് നമ്മളൊരു ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അന്നേരം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ആ പേപ്പർ എടുത്തൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൻ്റെ അളവിൽ നമുക്ക് എത്രത്തോളം അളവാണോ വേണ്ടത് ആ അളവിൽ നമ്മൾ കട്ട് ചെയ്യണം. അന്നേരം ഞാൻ ആദ്യമേ ചെയ്യുന്നത്, ആ പേപ്പർ എനിക്ക് ഇത്തിരി വലുതാണ്. അന്നേരം ആ പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അളവാണോ വേണ്ടത് ആ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഏറ്റവും വലുതാണോ വേണ്ടെങ്കിൽ ആ വലിയ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിതിപ്പം ചെറിയൊരു രീതിയിലാണ് ചെയ്യുന്നത്. ആ പേപ്പറിനെ ഞാൻ ഒന്നും കൂടി ഇത്തിരി കൂടി ചെറുതാക്കി ചെറിയൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാനാണ്. അന്നേരം ഞാൻ ചെറുതാക്കിയിട്ട് വരച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ആ പേപ്പറിൻ്റെ ഒരു ഭാഗം നമ്മൾ മിഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ പെൻസിൽ ഉപയോഗിച്ച് ബട്ടർഫ്ലൈയുടെ ഒരു രൂപം നമ്മളവിടെ വരച്ചു കൊടുക്കുക. അതുപോലെ ഞാനിതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചിഹ്നം നമ്മളെങ്ങും നോക്കിയിട്ടൊന്നുമല്ല, നമ്മൾ ആ ഒരു രീതിക്ക് നമ്മളങ്ങ് വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ അകത്തെ ആ ഭാഗങ്ങൾ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊമ്പും കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ആ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അന്നേരം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അകത്തെ പാർട്ടിനകത്ത് നമ്മളൊരു ചെറിയൊരു ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മളൊരു ഹോൾ ഇടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഇങ്ങനൊരു ഡിസൈൻ വരയ്ക്കുക. ഒരിത്തിരി വലിപ്പത്തിൽ തന്നെ വരച്ചു, അതിൻ്റെ ഒരു വലിപ്പത്തിൽ തന്നെ നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മൾ ആ നൈഫ് എടുത്ത് നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. വരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കുക. പ്രോപ്പറായി നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ചന്ദനത്തിരി എടുത്ത് കത്തിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഏതൊക്കെ ഭാഗത്താണോ ഹോള് വേണ്ടത് അവിടെ നൈസായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി, തന്നെ ഹോളായിക്കോളും. ഒത്തിരി നേരം അവിടെ വെച്ചോണ്ടിരിക്കാൻ നോക്കുക, പേപ്പർ കത്തിപ്പോവും. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്ത് തൊട്ടെടുത്ത് കൊടുക്കുന്നതനുസരിച്ച് അത് സർക്കിൾ ആയിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം വലിപ്പം വേണോ അത്രത്തോളം വലിപ്പം ഇട്ട് കൊടുക്കുക. നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫോൾഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഇരിക്കുന്ന കറുത്ത പൊടി നമ്മൾ തൂത്ത് കളയുക. അതിനുശേഷം നമുക്ക് ഇത് സ്റ്റഫ് ചെയ്ത് വെക്കണ്ടേ. അന്നേരം അതിന് വേണ്ടി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് അതിൻ്റെ പുറവശത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും ഇതുപോലെ.
അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും സ്റ്റഫ് ചെയ്താൽ അതുപോലെ തന്നെ ഇരിക്കും. ഈ ഇതളുകളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് പൊക്കിയും ഇതാക്കിയും കൊടുക്കുക. ഞാൻ ഉണ്ടാക്കിയതാണിത്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബർ ബട്ടനും ബെല്ലൈക്കണും ഒന്ന് അമർത്തിയതേ. അന്നേരം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.